ഹായ് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥാനമായ അരുവിപ്പുറമാണ്. ഇവിടെയാണ് ശ്രീനാരായണ ഗുരു ചരിത്രപ്രസിദ്ധമായ ശിവപ്രതിഷ്ഠ നടത്തിയത്. പ്രകൃതി ഭംഗിയും ആത്മീയതയും ചരിത്രവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ സ്ഥലമാണിത്. ഗുരുവിൻ്റെ സന്ദേശം വളരെ ലളിതമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ ആശയം കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. 1888 മഹാശിവരാത്രി ദിനത്തിലാണ് ശ്രീനാരായണ ഗുരു നെയ്യാർ നദിയിൽ നിന്ന് ഒരു ശില എടുത്ത് ശിവലിംഗമായി പ്രതിഷ്ഠിച്ചത്. അന്നത്തെ സമൂഹത്തിൽ ക്ഷേത്രപ്രവേശനത്തിനും ആരാധനയ്ക്കും ജാതി വ്യവസ്ഥയുടെ പേരിൽ കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഗുരുവിൻ്റെ ഈ പ്രതിഷ്ഠ ഒരു വലിയ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ തുടക്കമായി മാറി. ഈ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്തവരോട് ഗുരു പറഞ്ഞതായി പ്രശസ്തമായ വാക്കുകളുണ്ട്. ഞാൻ പ്രതിഷ്ഠിച്ചത് ബ്രാഹ്മണരുടെ ശിവനെ അല്ല, ഒരു ഈഴവ ശിവനെയാണ്. ഈ വാക്കുകൾ ജാതി വ്യവസ്ഥയ്ക്കെതിരായ ശക്തമായ സന്ദേശമായിരുന്നു. മനുഷ്യരെല്ലാം ഒരുപോലെയാണെന്നും ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും തുല്യ അവകാശമാണെന്നും ഗുരു ലോകത്തോട് പ്രഖ്യാപിച്ചു. ഗുരുവിൻ്റെ സന്ദേശം വളരെ ലളിതമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ ആശയം കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അരുവിപ്പുറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ അതിമനോഹരമായ പ്രകൃതിയാണ്. പച്ചപിടിച്ച കുന്നുകളും ശാന്തമായി ഒഴുകുന്ന നെയ്യാർ നദിയും പാറക്കെട്ടുകളും മരത്തിൻ്റെ തണലും ചേർന്ന് ഇവിടം അതീവ മനോഹരമായിരിക്കുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി മനസ്സിന് ശാന്തി തേടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. ക്ഷേത്ര പരിസരത്ത് എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആത്മീയ അനുഭൂതി അനുഭവപ്പെടും. പ്രഭാതത്തിലും സായാഹ്നത്തിലും ഇവിടെ നിറയുന്ന ശാന്തത ഭക്തരുടെ മനസ്സിന് സമാധാനം നൽകുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയ അനുഭവത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് അരുവിപ്പുറം. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് അരുവിപ്പുറം. ഇവിടെ എത്തുമ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങളും ജീവിത സന്ദേശവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും ഇനി ഇത്തരത്തിലുള്ള ചരിത്ര ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.